മീനാക്ഷിയെ കണ്ടു, സംസാരിച്ചു. അയ്യോ, എന്തേ? എന്നിട്ട് അവളെന്ത് പറഞ്ഞു? തന്തയ്ക്ക് പറഞ്ഞില്ല. ഒരു കാര്യം പറഞ്ഞാൽ കൊള്ളാമെന്നും ചോദിച്ചതെല്ലാം കൊടുത്തിട്ടും അവൾ എന്തുകൊണ്ട് ഇതുവരെ സിനിമയ്ക്ക് വന്നില്ല? അല്ല, അതിപ്പോ ഉരുണ്ട് കളിക്കാൻ നോക്കിയ ഒട്ടൻ ഇപ്പൊ നിന്റെ കൈ രണ്ടും തല്ലിച്ചതയ്ക്കും. അതെ, കാര്യം ഇനി ഞാനെല്ലാം തുറന്നു പറയാം. അവളൊരു പുതിയ ബന്ധത്തിൽ ഞാൻ ചാടിയിരിക്കുക. അതേ ഷൺമുഖം, നന്ദി കടല്ലേ അവള് കാണിച്ചത്? അല്ല, ഒരു കണക്കിന് അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സുന്ദരൻ, സുമുഖൻ, ഈ നാട്ടിൽ ഇതുവരെ ആരും കാണാത്ത വേഷങ്ങൾ. ഏത് പെണ്ണും വീണു പോകും. താനൊന്ന് തെളിച്ചു പറയടോ. അതേ ഷൺമുഖ, ആ പട്ടാളക്കാരൻ വിരിച്ച വലയിൽ ആ പാവം പെണ്ണും കുടുംബം വീണിരിക്കുക. ആ വലയ്ക്ക് പുറത്ത് ഒരൊറ്റ ആളേ ഉള്ളൂ, ഷൺമുഖനോട് നന്ദിയുള്ള മനുഷ്യൻ, മീനാക്ഷിയുടെ അച്ഛൻ എന്നെ ഞാൻ. അപ്പൊ ഇനി എന്ത് ചെയ്യും? അച്ഛനെ നമ്മൾ ഒന്നുകൂടി മുറുക്കി പിടിക്കണം. ആ പട്ടാളത്തെ എത്രയും പെട്ടെന്ന് ഇവിടെ കെട്ടുകെട്ടിക്കണം. മീനാക്ഷിക്ക് വേണ്ടി ഞാൻ എന്ത് കടുങ്കയും ചെയ്യും. 24 മണിക്കൂറിനകം പട്ടാളക്കാരൻ പട്ടിയെ പോലെ ഇവിടുന്ന് വാലും പൊക്കി ഓടും. അവനകത്തോട്ട് പുറത്തു പോയിട്ടില്ല. ചോദിക്കാനും പറയാൻ നിൽക്കണ്ട. കേറി ഉടനെ തല്ലിടണം. കാല് രണ്ടും വെട്ടിക്കളയാം. കിഴങ്ങ കാല് വെട്ടിക്കളഞ്ഞാൽ അവനെങ്ങനാടാ ഈ നാട്ടിൽ നിന്ന് പോകുന്നേ? അവൻ ഇവിടുന്ന് ജീവനും കൊണ്ട് ഓടണം. അത്രയല്ലേ വേണ്ടു? സ്ഥലം വിട്ടില്ലെങ്കിൽ നിന്നെ കൊന്നു കുഴിച്ചു മൂടും തെണ്ടി എന്ന് പറഞ്ഞ് ഞാൻ അവനെ വരട്ടും. അവൻ വല്ല ചൊറിയുന്ന വർത്തമാനമായിട്ട് വന്നാൽ അപ്പൊ ഞാൻ വിസിലടിക്കും. നിങ്ങൾ ഉടനകത്ത് വരുന്നു, അവനെ ഇടിച്ച് കലക്കുന്നു, വല്ല ഗുഡ്സ് വണ്ടിയിലും ഇട്ട് അതിർത്തി കടത്തുന്നു. ഓക്കെ, എല്ലാം പറഞ്ഞതുപോലെ. എന്താ തീപ്പെട്ടി ഉണ്ടാ? തീപ്പെട്ടി ഇല്ലെങ്കിൽ വേണ്ട, ഓട്ടെ. വണ്ടി എടുക്ക. വരണ്ടോ? ഏയ്, ഞാൻ വരണ്ടോന്നുമില്ല. പട്ടാളം വരണ്ടോ? അത് വരണ്ടു. ഉടനെ സ്ഥലം വിട്ട് വളാന്ന് പറഞ്ഞു. വണ്ടി എടുക്കടാ പൊട്ടാ. സാറിന്റെ കൈയും കാലും ഇറക്കുന്നത്. അത് അവനെ കണ്ടപ്പോ ഞാൻ വിറച്ചു. ഞാനല്ല, അവനെ തല്ലാൻ എന്റെ കൈ വിറച്ചു. പക്ഷെ അത് വേണ്ടി വന്നില്ല. അവൻ ഉടനെ പോയിക്കോളാന്ന് പറഞ്ഞു. നാളെ ഇവിടെ കാണില്ല. എനിക്ക് അർജന്റായിട്ടൊരു സ്ഥലം വരെ പോകാനുണ്ട്. വണ്ടി എടുക്കടാ പൊട്ടാ. എടോ, കൊട്ടകെ പിരിഞ്ഞു കിട്ടുന്ന പണത്തിന്റെ യഥാർത്ഥ കണക്ക് ഇവിടെ പ്രശ്നമല്ല. 3 ടൈപ്പ് കണക്കാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത്. ഒന്ന് ടാക്സ് വെട്ടിക്കാൻ പഞ്ചായത്തിന് കൊടുക്കുന്ന കണക്ക്, പിന്നൊന്ന് പ്രൊഡ്യൂസറെ പറ്റിക്കാൻ ഡിസ്ട്രിബ്യൂട്ടർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന കണക്ക്, പിന്നെ ഡിസ്ട്രിബ്യൂട്ടറെ പറ്റിക്കാൻ വേണ്ടി ഒട്ടക ഉടമയായ ഞാനും റെപ്രസെന്റേറ്റീവായ താനും തമ്മിൽ ഉണ്ടാക്കുന്ന കണക്ക്. മനസ്സിലായോ? താൻ പുതിയ ആളാ. അതെ. ഷൺമുഖനെ, പട്ടാളം പോയിട്ടില്ല. പോയി കാണും. ഇല്ലെന്നേ, ദേ പടം കാണാൻ വന്നിരിക്കുന്നു. ആരാടിയാ നിൽക്കുന്നത്? എന്തൊരു സ്റ്റൈല്! സിനിമ നടന്മാരുടെ സ്റ്റൈലുണ്ടല്ലേ. നല്ല ചേർച്ച. എന്തിനാണോ പോയി വിളിക്കുന്നത്? നിങ്ങളുടെ വല്ലവരും ചത്തോ, അല്ലെങ്കിൽ ആരെങ്കിലും ഇവിടെ തുണിയില്ലാതെ നിൽക്കുന്നു? കുറെ നാളായി ഇത് തുടങ്ങിയിട്ട്. ഇന്നെനിക്ക് രണ്ടിലൊന്നറിയണം. എന്റെ കാശ്, എന്റെ കൊട്ടക, എന്റെ ഫോട്ടോ. നിനക്കൊക്കെ കൂവിത്തള്ളിയാൻ വേണ്ടിയല്ല ഞാനിതൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നീയൊക്കെ ഇതിനകത്ത് കയറാൻ വേണ്ടി തരുന്ന നക്കാപ്പിച്ച കാശ് എന്റെ വീട്ടിലെ പശുക്കൾക്ക് പിണ്ണാക്ക് വാങ്ങാൻ തകയില്ല. നാട്ടുകാർക്ക് ഇത്തിരി കലാബോധം ഉണ്ടാവട്ടെ എന്ന് വെച്ചാൽ സമ്മതിക്കില്ല അല്ലേ? മേലിൽ ഇത് ആവർത്തിച്ചാൽ ഞാനിത് ഇടിച്ചു പൊളിച്ച് തീയിലിടും. അപ്പൊ പിന്നെ നീയൊക്കെ എവിടെ പോയിരുന്നു കൂവും എന്നെനിക്കൊന്ന് കാണണം. ഒരു പണക്കാരനെ ബഹുമാനിക്കാൻ ശീലിക്കണോ? ബഹുമാനിക്കാൻ ശീലിക്കും. പണം തുടങ്ങും. എന്താ സിനിമ നിർത്തിയത്? ഇന്നിനി കളിയില്ല. ഞങ്ങളുടെ ഇന്ന് കാശും വാങ്ങിച്ച് പെട്ടിയിലിട്ടിട്ട് ഇന്നിനി കളിയില്ലെന്നോ? അടുത്ത ഷോ എപ്പോഴാണെന്ന് ഞാൻ തീരുമാനിക്കുമ്പോ ഈ ടിക്കറ്റിന്റെ കുറ്റിയും കൊണ്ട് വന്നാൽ മതി. ഇവന്റെ കുറ്റിക്ക് ഒന്ന് കൊടുത്താൽ മതി, അപ്പൊ ഷോ തുടങ്ങും. ആരെന്ത് പറഞ്ഞാലും ഷോ ഇല്ലെന്ന് പറഞ്ഞാൽ ഷോ ഇല്ല. കാരണം കറണ്ട് ഇല്ല. അപ്പൊ അത് ലൈറ്റ് എത്തുന്നതോ? അത് ലൈറ്റിന്റെ ഇഷ്ടം. എന്തായാലും സിനിമ ഓടിക്കാൻ പറ്റില്ല. എന്താ ശരിക്കുള്ള പ്രോബ്ലം? പ്രൊജക്ടർ ഓടുന്നില്ല. എന്താ പ്രൊജക്ടറിന് കാലൊടിക്കും? ഇല്ല, പ്രൊജക്ടറിന് വയറിളക്കം. എന്നാ കുറച്ച് കടിഞ്ചായാലും നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് അതിന്റെ അണ്ണാക്കിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇളക്കം നിൽക്കും. വെറുതെ അതും ഇതും പറഞ്ഞ് ഒഴിയാൻ നിൽക്കണ്ട. എന്താ ഷോ ഇല്ലാത്തതെന്ന് അറിഞ്ഞേ തീരൂ. ഇയാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എന്റെ പ്രൊജക്ടറിന്റെ ഗിയർ പോയി. പ്രൊജക്ടറിന് ഗിയർ?
ആ എന്റെ പ്രൊജക്ടിന് ഗിയർ ഉണ്ട്, ക്ലച്ച് ഉണ്ട്, സ്റ്റിയറിംഗ് ഉണ്ട്. എന്താ സാറിന് കുഴപ്പമുണ്ടോ? ഓഹോ, ഷോ ഇല്ലാത്ത ദിവസം പ്രൊജക്ട് ടാക്സി ആയിട്ട് ഓടിക്കാറുണ്ടോ? ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ. ഞാൻ എന്തിനാ വന്നിരിക്കുന്നത് തനിക്ക് അറിയണോ? അറിയണോ? വേണ്ട, വെറുതെ അയാളോട് വർത്തമാനത്തിന് പോണ്ട. നമുക്ക് പോവാം, വാ. ലോകത്ത് ഇതുവരെ കാണാത്ത ഓരോ വേഷവും കിട്ടി ഇറങ്ങിയിരിക്കും. ഇവൻ പൊട്ടന്റെ കയ്യിൽ നിന്ന് 2 വാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നു. ശ്ശെ. അയ്യോ, ഇതെന്ത് പറ്റി? ഇത് ആര് പിടിച്ചിട്ട് പോപ്പെട്ട? നിങ്ങളൊന്ന് മോങ്ങാതെ എന്താ പറ്റിയെന്ന് പറ. പെട്ടെന്ന് എവിടുന്നാലും എനിക്കറിയില്ല, മുഖം മൂടിയിട്ട് 4-5 കള്ളന്മാർ എന്റെ മേലെ ചാടി വീണു. മുഖം മൂടി? ആ, മുഖം മൂടിയിട്ട് കറുത്ത് ധരിച്ച 5-6 ഇരുമ്പന്മാര്. ഞാൻ ഒച്ച വെച്ചപ്പോ അതിലൊരുത്തൻ എന്നെ ഒത്തു പിടിച്ചു. മറ്റവനെ തുണി കയറ്റി എന്നെ അവിടെ കെട്ടിയിട്ടു. എന്നിട്ട് നിങ്ങൾക്ക് വല്ലതും പറ്റിയോ? എനിക്കൊന്നും പറ്റിയില്ല. പക്ഷെ തമ്പ്രാൻ കുഞ്ഞിന്റെ കോട്ടും സൂട്ടും കാശും പെട്ടിയും കൊടിയും എല്ലാം അവന്മാർ തൂത്തു വാരിക്കൊണ്ടേ മുറികളെല്ലാം കുത്തി മറിച്ച് തോക്കടക്കം കൊണ്ടുപോയി. തോക്ക്? ഇത് നോക്കിയിട്ട് എന്താണ് കാര്യം? ഈ മുടിഞ്ഞ നാട്ടിൽ വന്നപ്പോഴേ തുടങ്ങിയതാണ് ഓരോ ഏടാകുടങ്ങൾ വന്ന് കയറല്. കഷ്ടകാലത്ത് അരക്കും ഇത് കുന്തം പിടിച്ചിരിക്കുന്നവരെ എങ്ങോട്ട് പോരാൻ തോന്നുന്നു. ഇനി എന്തൊക്കെയാണ് അനുഭവിക്കാൻ പോകുന്നത്? ഷട്ടിയും കോളാൻ വരാവന്മാര് കൊണ്ടുപോയി. പുതിയതൊന്ന് വാങ്ങാനാണ് കയ്യിലിട്ട് കാശും ഇല്ല. വേറെ എന്തൊക്കെ പോയാലും കുഴപ്പമില്ല, തോക്ക് പോയാൽ ഭയങ്കര കുഴപ്പമാണ്. അതുകൊണ്ട് ആർക്കിട്ടെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ഞാൻ ഉത്തരവാദിത്തം ചെയ്യേണ്ടി വരും. എടോ, തനിക്ക് അവരെ കണ്ടാ മനസ്സിലാവോ? എങ്ങനെ മനസ്സിലാവാം? മുഖം മൂടിയിട്ട് കരിപൂതകളെ പോലെയല്ലേ വന്ന്. ഭൂതം തന്റെ ഒരു എന്തോ നാടോ ഇത്? ഇനി കുന്തോ നൂരിക്കളയാറായിട്ടില്ലേ? എല്ലാം പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട്. ആ, ഇത് തോക്കല്ലേ, ഇങ്ങോട്ട് താ. ബാക്കിയെല്ലാം കിട്ടുന്ന വിലക്ക് ആർക്കെങ്കിലും വിറ്റേ. ഞാൻ നിക്കറും ടീഷർട്ട് ഒന്ന് കഴിക്കണമെന്ന്. എന്തിന്? നിക്കർമേൽ അപ്പടി ചെളിയാ, ടീഷർട്ട് ആണെങ്കിൽ വേർത്ത് നാറി. എന്താ ചെയ്യാ? ഇനി ഇത് നനക്കാൻ പുഴ വരെ പോണം. കിണറ്റിലാണെങ്കിൽ കപ്പിയും കയറും ഇല്ല. എവിടെയെങ്കിലും കൊണ്ടുപോയെന്ന് നനച്ചോണ്ട് പാടോ. ഞാനിവിടെ പിറന്നപടി നിൽക്കുക. മുണ്ടൂർ തന്നിട്ട് ഞാൻ പിന്നെ കോണം എടുത്തോണ്ട് പോകും. തനിക്ക് വയസ്സായില്ലടോ. വയസ്സായി എന്നിട്ട് ഒന്നും എടുക്കാണ്ടിരുന്ന നാട്ടുകാർ തല്ലിക്കൊല്ലുന്നേ. ആ, പോ 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 പോ, വേഗം വരണം. അയ്യോ, എന്താ? ഒന്നുമില്ല. ആരാ? ഞാനാ. ഞാൻ മീനുവാ. വാതിൽ തുറക്ക്. എന്തിനാ? ഊണ് കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് നൂണ് വേണ്ട. അതെന്താ? നല്ല സുഖമില്ല. അയ്യോ, ഈശ്വരാ. അച്ഛാ, ആച്ചമ്മേ, അച്ഛാ, ആച്ചമ്മേ, ഓടി വാ. ദൈവമേ, ഇവിടെ നിന്ന് നാശമാക്കും. എടോ കുറുപ്പേ, ഒന്ന് ഓടി വാടോ. എടോ കുറുപ്പേ. എന്താ എന്താ എന്താ? അച്ഛാ, എന്താ മോളെ? അച്ഛാ, കേണൽ സാറിന് എന്തോ പറ്റി? കേണൽ സാർ എന്തോ പറ്റിയത്? കേണൽ സാർ, കേണൽ സാർ, കേണൽ സാർ. അയ്യോ, താങ്ങാൻ പറ്റില്ല. ജനലിന്റെ അടുത്തേക്ക് വാ. വരാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? കാലിന് എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടാവും, അതാ നടക്കാൻ വയ്യാത്തത്. അയ്യോ, അമ്മേനെ നിലവിളിക്കണം ഞാൻ കേട്ടു. എന്താടാ നോക്കി നിൽക്കുന്നത്? വാതിലടിച്ചു പൊളിക്ക്. വേണ്ട വേണ്ട, വേണ്ട. ആ, വേണ്ട വേണ്ടെന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ. കേളൻ എന്തെങ്കിലും സംഭവിച്ചാലേ ഞാനാ കൗണ്ടറോട് സമാധാനം പറയേണ്ടത്. ചവിട്ടി പൊളിക്കടാ. എന്റെ മേത്തോട്ടോ. ഞാനൊന്ന് കാണട്ടെ. നീ ഒന്ന് മാറിക്കേ. എനിക്ക് കേളനെ ഒന്ന് കാണണം. എന്താ സംഭവിച്ചത്? എനിക്ക് അറിയണം. എനിക്കൊന്ന് കേളനെ കാണണം. നീ ഒന്ന് മാറ്. ഇവിടെ മാറിക്കടാ. ഇവിടെ എനിക്ക് കണ്ടിട്ടേ വരുന്നുള്ളൂ. എനിക്ക് കേളനെ ഒന്ന് കാണണം. ഞാൻ കണ്ടിട്ട് വരാം. നീ വിട്. എന്തോ ഞാൻ കണ്ട് കൂടാരാ? നിന്റെ അച്ഛൻ. ചോറ്. എടാ, ആയിക്കോളാ. ഓ,
എന്താണോ ആലോചിക്കുന്നത്? ഞാൻ എന്റെ ജാതകം ഒന്ന് നോക്കിച്ചാലോ എന്ന് ആലോചിക്കായിരുന്നു. എന്തിന്? ഈ മാനഹാനിയും ദ്രവ്യനഷ്ടം എത്ര കാലം കൂടി ഉണ്ടെന്ന് അറിയാനാ. താനൊരു കാര്യം ചെയ്യും, ഒന്ന് കന്റോൺമെന്റ് വരെ പോയി കുറെ പണം എന്റെ ഉടുപ്പൊക്കെ എടുത്തോണ്ട് വാ. എടുത്തോണ്ട് വരുന്നതിന് നമുക്ക് രണ്ടുപേർ കൂടി അങ്ങോട്ട് പോയാൽ പോരെ? എങ്ങനെ പോകും? ടിക്കറ്റിന്റെ കാശ് വേണ്ടേ? കള്ളവണ്ടി കയറാം. കൊള്ളാം, നല്ല ഐഡിയ. താൻ ജാതകം നോക്കേണ്ട കാര്യമില്ല, തന്റെ ജാതകം ഞാൻ പറഞ്ഞുതരാം. മാനഹാനിയും ദ്രവ്യനഷ്ടവും മാത്രമല്ല, ജയിൽവാസവും തനിക്ക് ഫലം. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയുള്ള കുരുട്ട് ബുദ്ധിയൊക്കെ തനിക്ക് തോന്നുന്നത്. ഞാനൊരു വഴി പറഞ്ഞു എന്ന് മാത്രം, വേണ്ടേ വേണ്ട. എടോ, ഒരു വഴി പറഞ്ഞു തരാൻ പറഞ്ഞ പെരുവഴിയാണോ പറഞ്ഞു തരുന്നത്? രണ്ടും കൂടെ ഇവിടുന്ന് കെട്ടിയെടുത്ത പിന്നെ പാൽക്കാരനും അലക്കാരനും കാര് പൈസ കൊടുക്കും. പിന്നെ കേരളം വന്ന് നാട്ടുകാരെ പറ്റിച്ചുകൊണ്ട് ഓടിപ്പോയി എന്നുള്ള ചീത്തപ്പരിവിടെ വേണം. ബാക്കി എല്ലായി. അങ്ങനെയാണെങ്കിൽ ടിക്കറ്റിന്റെ കാശ് ഇതിവിടെ ചക്രവലം തന്നോടല്ലേ പറഞ്ഞത്? നമുക്ക് അപ്പുറത്ത് ആച്ചമ്മയോട് കുറച്ച് കാശ് കടമാങ്ങിയാലോ? താനെന്നെ നാറ്റിച്ചേ അടങ്ങും. നാളെ വലിയടോ വല്ലവരുടെ മുമ്പിൽ ചെന്ന് കൈ നീട്ടാൻ. ഇത്തിരി അന്തസ്വാഭിമാനം മാത്രമേ ബാക്കിയുള്ളൂ. താൻ അതും കൂടെ കളഞ്ഞു കുളിക്കും. പട്ടിണി കിടന്നാലും ശരി, കാലാണ് ആരോടും കടമാക്കുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെ പോകും? താൻ എങ്ങനെയെങ്കിലും പോകും, അതൊന്നും എനിക്കറിയണ്ട. പിന്നെ കള്ളവണ്ടി എന്നെ വഴി.